ആധുനിക തിരുവിതാംകൂർ. വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ. വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ, ദിവാൻ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ, ദിവാൻ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിൽ. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിൽ. നായർ ബ്രിഗേഡ് എന്ന പട്ടാളം എവിടുത്തേതാണ്? തിരുവിതാംകൂർ. നായർ ബ്രിഗേഡ് എന്ന പട്ടാളം എവിടുത്തേതാണ്? തിരുവിതാംകൂർ. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ശംഖ്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാട്. ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. മലയാളം ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം 1729 to 1758. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം 1729 മുതൽ 1758 വരെ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം. ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. തിരുവിതാംകൂർ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ പതിവ് കണക്ക് സമ്പ്രദായം ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര രാജാവ് മാർത്താണ്ഡവർമ്മ. ഹിരണോഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. ഹിരണോഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ഡിലനോയി. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിൽ. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മ. വേണാട് രാജാവ്. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മ.
1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി മാന്നാർ ഉടമ്പടി. 1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി മാന്നാർ ഉടമ്പടി. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിച്ച വർഷം 1741. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്തത് ഏത് യുദ്ധത്തിലാണ്? 1746 പുറക്കാട് യുദ്ധം. മാർത്താണ്ഡവർമ്മ ഓടനാട് പിടിച്ചെടുത്തത് ഏത് യുദ്ധത്തിലാണ്? 1746 പുറക്കാട് യുദ്ധം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി വേണാട് ഉടമ്പടി. എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആദ്യ ദളവ രാമയ്യൻ ദളവ. തിരുവിതാംകൂറിലെ ആദ്യ ദളവ രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3, മകരം 5, 925. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജ. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി. ഉത്രാടം തിളനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രം. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്ത ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷം. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്ത ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷം. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണൻ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണൻ. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ദക്ഷിണേന്ത്യയിൽ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷൻ. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മ. പ്രധാന യുദ്ധങ്ങൾ 1504 കൊടുങ്ങല്ലൂർ യുദ്ധം, കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിൽ. 1510 കോഴിക്കോട് യുദ്ധം, പോർച്ചുഗീസ് സാമൂതിരിമാര്. 1634 കണിയംകുളം യുദ്ധം, തിരുമല നായ്ക്കർ വേണാട്. 1741 കുളച്ചൽ യുദ്ധം, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവായൂർ മൂപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ.
ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം. നെടുംകോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ആലുവ. ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ രാജ കേശവദാസ്. ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ രാജ കേശവദാസ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജ കേശവദാസ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജ കേശവദാസ്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ്. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭു. ആലപ്പുഴ തുറമുഖവും ചാല കമ്പോളവും പണി കഴിപ്പിച്ചത് രാജ കേശവദാസ്. ആലപ്പുഴ തുറമുഖവും ചാല കമ്പോളവും പണി കഴിപ്പിച്ചത് രാജ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് രാജ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസ്. രാജ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തെ പട്ടണം കേശവദാസപുരം. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളെ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ 1790. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ. MC റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസ്. MC റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസ്. ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടം 1798 മുതൽ 1810 വരെ. തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായി അറിയപ്പെട്ടത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം കൽക്കുളം, കന്യാകുമാരി ജില്ല. വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീട്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി.
ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറവ് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. 5 വർഷം. ഏറ്റവും കുറവ് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായത് കേണൽ ജോൺ മൺറോ. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായത് കേണൽ ജോൺ മൺറോ. ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ കേണൽ മൺറോ. ചട്ടവരി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോ. ചട്ടവരി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് റാണി ഗൗരി ലക്ഷ്മിബായി. 1810 മുതൽ 1813 വരെ. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് റാണി ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി.